അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സി.എച്ച്. മുസ്തഫ പറയുന്ന മറ്റൊരു സംഗതി, ഈ ഹിജ്റ 200-ന്റെ ആ കാലഘട്ടത്തിൽ, ഹിജ്റ 200-300-ന്റെ ഇടയിലാണല്ലോ ഈ സിഹാബ് സിത്തയുടെ ആളുകളൊക്കെ ജീവിക്കുകയും അവർ ഹദീസ് ശേഖരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഈ കാലഘട്ടം ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ആരാണ് പ്രവാചകന്മാർ ആരാണ്, ഇസ്ലാം എന്താണ് എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എവിടുന്നാണ് ഈ മുസ്തഫ എഴുന്നേറ്റ് വരുന്നത് നമ്മെ മനസ്സിലാത്തത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തോടു കൂടി പേർഷ്യയുടെയും ആഫ്രിക്കയുടെയും മിക്കവാറും ഭാഗങ്ങളും അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ കുറേ ഭാഗങ്ങളും ഇസ്ലാമിന് കീഴടങ്ങുകയും ഈ പ്രദേശങ്ങളിലൊക്കെയും ഇസ്ലാമിക വ്യവസ്ഥ, അറബി ഭാഷ അടക്കം നടപ്പിൽ വരികയും ഭരണഭാഷ അറബിയായിട്ട് സ്വീകരിക്കപ്പെട്ട നടപ്പിൽ വരികയും ചെയ്തിട്ടുള്ളൊരു കാലഘട്ടമാണ് ഹിജ്റ 200-300 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ പ്രവാചകന്മാരെന്നോ ഇസ്ലാമെന്നോ ഒന്നും ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാതിരുന്നൊരു കാലഘട്ടം എന്നാണ് മുസ്തഫ അതിനെപ്പറ്റി വിശേഷിപ്പിച്ചത്. എന്നാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അബ്ബാസികളുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ വിശേഷിച്ചും ഹാറൂൺ റഷീദിൻ്റെ ഒക്കെ കാലഘട്ടത്തെപ്പറ്റി ചരിത്രം പറഞ്ഞത് എന്താണ്? ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടം, വൈജ്ഞാനിക മേഖലകളിൽ വളരെയേറെ സ്ഫോടനാത്മകമായിട്ടുള്ള പുരോഗതി തന്നെ ഉണ്ടായിട്ടുള്ളൊരു കാലഘട്ടമാണത്. അന്നത്തെ ആധുനിക കാലഘട്ടം എന്ന് പറയാവുന്നൊരു കാലഘട്ടം. ഏത് ശാസ്ത്രശാഖയിലും വൈജ്ഞാനിക മേഖലകളിലും തലയെടുപ്പുള്ള പണ്ഡിതന്മാർ, ഈ പണ്ഡിതന്മാർ മുസ്തഫ പറയുന്നത് പോലെ ഏതൊരു വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആളുകളായിരുന്നില്ല. മിക്കവാറും അന്ന് നിലവിലുണ്ടായിരുന്ന വിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളിലും വിൽപ്പത്തി നേടിയിട്ടുള്ള ധാരാളം പണ്ഡിതന്മാർ, ഒരേ പണ്ഡിതൻ തന്നെ പല വിഷയങ്ങളിലും വിൽപ്പത്തി നേടിയിട്ടുള്ള, ഇന്ന് ഡോക്ടറേറ്റ് എടുക്കാറുള്ള 1-2 വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് എടുക്കുന്ന ആളുകൾ ആ വിഷയത്തിലാണ് അവർ വിൽപ്പത്തി നേടുന്നത്. അത് തന്നെയും ഡോക്ടറേറ്റ് എടുക്കാറിനാൽ ആ വിഷയവുമായിട്ട് കുറേ സംഗതികൾ കുത്തിക്കുറിച്ച് മറ്റുള്ളവരുടെ റെഫറൻസുകളൊക്കെ നോക്കിയിട്ട് തിസീസ് സമർപ്പിച്ചാൽ കിട്ടാവുന്ന ഒരു സംഗതിയാണ് ഈ PhD എന്ന്. അതിൻ്റെ വില നമ്മൾ കുറച്ച് കാണിക്കല്ല. എന്നാൽ അന്നത്തെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അവർ ആഴത്തിൽ, ഓരോ വിഷയത്തിലും ആഴത്തിൽ ആ വിഷയം സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കുകയും എന്നിട്ട് അത് സമൂഹത്തിന് വിതരണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന, തങ്ങൾ പഠിച്ച വിഷയത്തെ സംബന്ധിച്ച് ആഴത്തിൽ പഠിച്ചു എന്ന് മാത്രമല്ല, അത് സംബന്ധമായിട്ട് ധാരാളം ഗ്രന്ഥങ്ങൾ വരെ രചിച്ചിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ ഒരു ഭാഗത്ത്. ജനങ്ങളാണെങ്കിൽ മിക്കവാറും ആളുകൾക്ക് ഇസ്ലാം എന്താണ്, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, യൂതന്മാർ, ക്രിസ്ത്യാനികൾ പോലുള്ള ആളുകൾക്ക് പോലും ഇത് അറിയാമായിരുന്നു എന്ന് മാത്രമല്ല, ഇവരൊക്കെ ഇസ്ലാമിക ലോകത്ത് വന്ന് വിജ്ഞാനം നേടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടവും കൂടിയാണത്. സ്പെയിനിലുള്ള കൊർഡോവ യൂണിവേഴ്സിറ്റി ആയാലും അതുപോലെ മറ്റ് ഇസ്ലാമിക ലോകത്തുള്ള മറ്റ് യൂണിവേഴ്സിറ്റികളായിരുന്നാലും ഇവിടെയൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും യൂതന്മാരും ക്രിസ്ത്യാനികളുമായിട്ടുള്ള മുസ്ലിങ്ങൾ അടക്കം വന്നിട്ട് വിജ്ഞാനം നേടുന്ന ഒരു കാലഘട്ടമാണ്. ഇസ്ലാം പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്നും വിശുദ്ധ ഖുർആൻ എന്താണെന്നും ഖുർആൻ എന്താണ് പഠിപ്പിക്കണമെന്നൊക്കെ ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ അറിയാൻ പറ്റുന്ന നല്ല കാലഘട്ടം. അതനുസരിച്ച് ഭരണകാര്യങ്ങളടക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തെ സംബന്ധിച്ചാണ് മുസ്തഫ പറയുന്നത്, ഇസ്ലാം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്, പ്രവാചകന്മാർ ആരാണ് എന്നൊന്നും അറിയാൻ മാർഗമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഈ 5-6 പണ്ഡിതന്മാർ, ഒരേ പ്രദേശത്തുള്ളവർ, ഒരേ പ്രായത്തിൽ അല്ലെങ്കിൽ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവർ, അവർ ഗൂഢാലോചന നടത്തിയിട്ട് ഹദീസ് നിർമ്മിക്കണമെന്നാണ്.
എന്നിട്ടോ വേറെ ചില ഉടായിപ്പുകൾ കൂടി ഇതോടനുബന്ധമായിട്ട് മുസ്തഫ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഇത് നിരോധിച്ചിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഹദീസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ അധിക്ഷേപിക്കുകയും അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. തിർമിദിയിൽ അങ്ങനെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ്. തിർമിദിയുടെ ഹദീസിനെ പറ്റി ഞാൻ ഇതിൻ്റെ മുമ്പുള്ള ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുസ്തഫക്ക് അവിടെ പറ്റിയിട്ടുള്ള അബദ്ധവും മുസ്തഫയുടെ തന്നെ വാദത്തിന് ആ ഹദീസ് എങ്ങനെയാണ് എതിരായി തീരുന്നതെന്നൊക്കെ. അപ്പം ഇതൊക്കെ ഉണ്ടായിരിക്കെയാണ് മുസ്തഫ ഈ ജാതി കെട്ടുകഥ പിന്നെയും എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുസ്തഫ പറയും ഞാൻ ഹദീസ് നിഷേധിയല്ല, ഹദീസ് സ്വീകരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ഹദീസുകൾ ഇങ്ങനെ എഴുതിയുണ്ടാക്കിയതാണെങ്കിൽ അതല്ല ഷിയാക്കളുടെയും സുന്നികളുടെയും രണ്ടൂട്ടരും ഹദീസൊന്നും സ്വീകരിക്കണില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ മുസ്തഫ ഉദ്ധരിക്കണ ഹദീസ് എവിടുന്നാണ് മുസ്തഫക്ക് കിട്ടിയത്? ആ സ്രോതസ്സൊന്ന് മുസ്തഫ വെളിവാക്കണ്ടേ? ഇത് വഹി അനുസരിച്ച് കിട്ടിയതാണോ? അതെങ്കിലും പറയണം. ഇല്ലെങ്കിൽ തൻ്റെ ശ്രോതാക്കളെയും വായനക്കാരെയും വഞ്ചിക്ക കൂടിയാണ് ഇതിലൂടെ മുസ്തഫ ചെയ്യുന്നത്. ഒരു ഭാഗത്തെ ഹദീസിനെ തള്ളിപ്പറയുമ്പം തന്നെ താൻ ഹദീസ് സ്വീകരിക്കുന്നു, എൻ്റെ ഖുർആൻ അകമ്പൊരുളിൽ ഞാൻ ധാരാളം ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ടോ എന്നൊക്കെ വീമ്പ് പറയുകയും ചെയ്യുമ്പോൾ മുസ്തഫ യഥാർത്ഥത്തിൽ ശ്രോതാക്കളെയും വായനക്കാരെയും വഞ്ചിക്കാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ മുസ്തഫ ഹദീസ് സ്വീകരിക്കുമെങ്കിൽ അത് സ്വീകരിക്കുമെന്ന് വെട്ടിത്തുറന്ന് പറയാം, സ്വീകരിക്കില്ലെങ്കിൽ സ്വീകരിക്കൂല എന്ന് പറയാം, സ്വീകരിക്കുമെങ്കിൽ ഹദീസ് സ്വീകരണത്തിൻ്റെ തൻ്റെ മാനദണ്ഡം എന്താണ് എന്ന് പറയാം. പിന്നെ ഹദീസ് ഇസ്ലാമിൻ്റെ ഒരു പ്രമാണമല്ലെങ്കിൽ പിന്നെ എന്തിനാ മുസ്തഫ ഈ ഹദീസ് ഉദ്ധരിക്കണത്? അങ്ങനെയൊരു ചോദ്യമല്ലേ. അപ്പോൾ താൻ എന്താണ് പറയുന്നത്, എന്താണ് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് എന്നുള്ള ഒരെത്തും പിടിയില്ലാത്ത ഒരവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ മുസ്തഫ ഉള്ളതെന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള ഉടായിപ്പുകളാണ് യഥാർത്ഥത്തിൽ മുസ്തഫ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം.